പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഇറാനെതിരായ ട്രംപിന്റെ നീക്കങ്ങൾ പുതിയ തലത്തിലേക്ക്. BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ഇറാനെ മുട്ടുകുത്തിക്കാൻ ട്രംപിന്റെ പുതിയ മാസ്റ്റർ പ്ലാനുമായി ഗാർഗ് ദ്വീപും അതേപോലെ തന്നെ പിക്കാസ് മൗണ്ടിനും ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ അത് തകർത്ത് തരിപ്പണമാക്കാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. ആണവ കേന്ദ്രങ്ങൾക്ക് പിന്നാലെ തന്നെ എണ്ണയുടെ ജീവനാഡിയിലേക്കും അമേരിക്കയുടെ കണ്ണെത്തുകയാണ്. ഇറാന്റെ സാമ്പത്തിക നട്ടെല്ല് തന്നെ ഒടിക്കാനുള്ള എല്ലാ നീക്കങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ ജീവനാഡിയായ ഗാർഗ് ദ്വീപ് പിടിച്ചെടുക്കൽ മുതൽ തന്നെ തന്ത്രപ്രധാനവും നിഗൂഢവുമായ പിക്കാസ് മൗണ്ട് ആകട്ടെ ഈ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് ആക്രമണം നടത്തുന്നതുവരെ വിവിധ സൈനിക സാധ്യതകൾ അമേരിക്കൻ സുരക്ഷാ വൃത്തങ്ങൾ പരിഗണിക്കും എന്നതാണ് സൂചന. ഇറാന്റെ സാമ്പത്തിക ശേഷിയെയും സൈനിക അടിസ്ഥാന സൗകര്യങ്ങളെയും ഒരേ സമയം തന്നെ ദുർബലപ്പെടുത്തുക എന്നതാണ് ഈ ദൗത്യത്തിന്റെ ലക്ഷ്യമെന്നതാണ് ഇവിടെ വിലയിരുത്തപ്പെടുന്നത്. പശ്ചിമേഷ്യയിൽ സംഘർഷം വീണ്ടും രൂക്ഷമാകുന്നതിനിടെ തന്നെ ട്രംപ് ഭരണകൂടത്തിന്റെ ഈ പുതിയ നീക്കം ഇവിടെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും അതേസമയം ഇത്തരം നടപടികൾ മേഖലയിൽ വലിയ സൈനിക ഏറ്റുമുട്ടലുകൾക്കും ആഗോള എണ്ണ വിപണിയിൽ പുതിയ പ്രതിസന്ധികൾക്കും വഴിവെക്കുമെന്ന ആശങ്കയാണ് ഉയരുന്നത്. ശക്തമായ വ്യോമാക്രമണം മുതൽ ഇറാന്റെ തന്ത്രപ്രധാനമായ മേഖലകൾ ലക്ഷ്യമിട്ടുള്ള കരയുദ്ധം വരെയുള്ള വിവിധ സൈനിക നീക്കങ്ങളാണ് ട്രംപിന്റെ പരിഗണനയിലുള്ളതെന്നതാണ് ദ വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പശ്ചിമേഷ്യയിലെ സംഘർഷം കൂടുതൽ സങ്കീർണമാകുന്ന സാഹചര്യത്തിലാണ് ഈ പുതിയ നീക്കം. ഇറാനെതിരെ അടുത്തിടെയായി തന്നെ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് മുതിർന്ന ഉദ്യോഗസ്ഥരുമായി തന്നെ ട്രംപ് ചർച്ചകൾ നടത്തി. വൈറ്റ് ഹൌസിൽ അടുത്തിടെ തന്നെ ചേർന്ന യോഗത്തിൽ ഇറാന്റെ പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രമായ ഗാർഗ് ദ്വീപ് പിടിച്ചെടുക്കുന്നതിനും ഇറാന്റെ ആണവ പദ്ധതിയുമായി തന്നെ ബന്ധമുണ്ട് എന്ന് കരുതപ്പെടുന്ന പിക്കാസ് മൗണ്ട് തുരങ്കത്തിന് നേരെ ആക്രമണം നടത്തുന്നതും ഉൾപ്പെടെ തന്നെ ഈ ചർച്ചയിൽ ഇവർ വയ്ക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇറാന്റെ സാമ്പത്തിക മേഖലയുടെ നട്ടെല്ലായ ഗാർഗ് ദ്വീപ് പിടിച്ചെടുത്താൽ ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ നിയന്ത്രണം യുഎസിന്റെ കൈകളിലേക്ക് എത്തും. ഇതോടുകൂടി തന്നെ ഇറാനുമേൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക സമ്മർദ്ദം ചെലുത്താൻ അമേരിക്കയ്ക്ക് കഴിയും. അതേസമയം യുഎസ് സൈനികരുടെ സുരക്ഷയെ സംബന്ധിച്ചുകൊണ്ട് വലിയ ആശങ്കയും ഇവിടെ അമേരിക്കയ്ക്കുണ്ട്. അതുപോലെ ഷിപ്പിംഗ് റൂട്ടുകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ഇറാന്റെ സൈനിക നിലപാടുകളെ പ്രതിരോധിക്കുന്നതിനുമായി തന്നെ ഹോർമൂസ് കടലിടുക്കിന് സമീപമുള്ള അബു മുസ അതേപോലെ മറ്റ് സ്ഥലങ്ങളിലുള്ള മറ്റ് ദ്വീപുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവ കൈവശപ്പെടുത്തുന്നതിനെ കുറിച്ച് ട്രംപ് ആലോചിക്കുന്നതായിട്ടാണ് വിവരങ്ങൾ. ഇറാന്റെ സൈനിക നീക്കങ്ങളെ പൂർണ്ണമായും തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ തന്ത്രപ്രധാന ദ്വീപുകൾ ലക്ഷ്യമിടുന്നത്. അതേസമയം ഇറാന്റെ ഭൂഗർഭ തുരങ്ക സമുച്ചയമായ ഈ ഒരു തുരങ്ക പാതയ്ക്ക് അത് ആക്രമിക്കുക എന്ന വലിയൊരു ഗൂഢാലോചനയാണ് നടക്കുന്നത്. പർവ്വതത്തിന് 100 കണക്കിന് അടി താഴെയായി തന്നെ സ്ഥിതി ചെയ്യുന്ന ഈ ആണവ കേന്ദ്രം തകർക്കുക എന്നത് ഇസ്രായേലും ഇതിനോടകം തന്നെ ലക്ഷ്യമിട്ട മറ്റ് ആണവ നിലയങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് ഏറെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ് എന്നതാണ് സൂചന. മാത്രമല്ല ട്രംപ് ആകട്ടെ പരസ്യമായി സൂചന നൽകിയിട്ടുണ്ടെങ്കിലും അന്തിമ തീരുമാനം എടുത്തിട്ടില്ല എന്നും നയതന്ത്ര ചർച്ചകളുടെ വഴി ഇപ്പോഴും തുറന്നു കിടക്കുകയാണ് എന്നതാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.